എന്തോ കേട്ടോ, എന്നിട്ട് എന്ത് പറഞ്ഞാലും ചിരിക്കല്ല്. ഓക്കെ, ഞാൻ റെഡിയാ. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. വട്ടത്തിലിട്ട് ഊക്കി താറ്റാൻ റെഡിയാണോ നീ? ഊക്കി താറ്റാൻ വട്ടത്തിട്ട് ഊക്കി താറ്റാന് റെഡിയാണ്. നമ്മള് ഞാൻ പറയാം, രണ്ടുപേരോടെ വിചാരിച്ചാൽ നടക്കുള്ളൂ. ഒരാൾ മാത്രമായിട്ട് മറ്റേ കൂടെ ഒന്നും കളം മാറിയാൽ നടക്കൂല മിന്നി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ കളം മാറില്ല. ഞാൻ മിന്നിയാണ്. ഞാൻ തല തൊട്ട് സത്യം ചെയ്യാം. ഓക്കെ, നമ്മള് രണ്ടുപേര് വിചാരിച്ചാ മിന്നി 2v1 എന്ന് പറഞ്ഞാൽ നമ്മള് അറിയാലോ, നമ്മുടെ കോംബോ അറിയാലോ. നമ്മളെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല. പിന്നെയാണ് നമ്മൾ രണ്ടും ഒന്നുകൂടെ ഒരുമിച്ചാല് നമ്മള് രണ്ടുപേരും മാറിക്കൊടുത്തേടാ. പിള്ളേര് കളിക്കട്ടെ, പിള്ളേർക്ക് നമ്മളെ കൂടെ വന്നിട്ട് ആദ്യം ആഴ്ച കളിച്ചല്ലേ, പിന്നെ ഇല്ലായിരുന്നല്ലേ? ഇല്ല, ഞാൻ എപ്പോഴും മാറിക്കൊടുത്തടാ. പുതിയ പിള്ളേർ നമുക്ക് ടർഫ് അനലൈസ് ചെയ്യണ്ടേ? നമ്മള് അനലൈസ് ചെയ്യണ്ടേ? നമുക്ക് അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തണം. ഓ ബാബുവിന് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല, കാരണം ആള് പണ്ടോട്ടേ ഇല്ലല്ലോ. അല്ല, നീ പണ്ട് തൊട്ടേ ബോഗും ടർഫും ഒന്നും കളിക്കാത്തോണ്ട് നിനക്ക് അതിനെ പറ്റി അറിയത്തില്ലായിരിക്കും. നമ്മള് അങ്ങനെയല്ലോ. ഏതെങ്കിലും ഒന്നില് കോൺസെൻട്രേറ്റ് ചെയ്താ പോരെ. അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഒരു ഗുണവും ഇല്ലാതെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലതേ എന്തെങ്കിലും ഒന്നില്. ഇല്ല കുഴപ്പമില്ല. നമ്മൾ പറയില്ലേ, ആദ്യമേ നമ്മളെ ഒഴിവാക്കുന്നതിന് മുന്നേ അങ്ങ് മാറി നിന്ന്, മനസ്സിലില്ലേ? ഈ ഒഴിവാക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവും. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കുളിച്ച് കളിക്കാൻ വേണ്ടി വന്നിട്ട് തോക്കൊക്കെ ഉടച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. ഇനി ഉണ്ട പിറക്കാൻ നിൽക്കാനാ. ഞാനും കുറച്ച് നേരിട്ടുണ്ടതുപോലെ. എനിക്ക് ബോഗിന്റെ സമയം ഭയങ്കര ചൂട്. പാന്റും താഴേന്ന് ചൂട്, മേളിന്ന് ചൂട്. ഞാൻ പാന്റ് പോരി. ഞാൻ റേഡിയോ കയറി പിള്ളേരെ ഒന്ന് അഭിനന്ദിക്കട്ടെ. ഗൈസ്, വെൽ പ്ലേഡ്. ഒരു രക്ഷയില്ല. കിടലം മയത്തിലൊക്കെ അടിയടാ. എന്തടിയാ അടിക്കണേ? ഹോ, കണ്ടു നിന്ന് എന്റെ വെള്ളം പോയിട്ടാ. എനിക്കൊന്ന് തരണം കേട്ടോ. ആരും മൈൻഡ് പോലും ചെയ്തില്ലടാ. എല്ലാരും വെൽ പ്ലേഡാ. ഇപ്പൊ എല്ലാവർക്കും ചന്ദ്രനെ മതി മുരളി തലയിക്കിട്ട് വെച്ച് മിക്കവാറും മുരളി ഇരിക്കുന്നുണ്ട് അവൻ കയറിയിരിക്കും. ഉടനെ വലിയ താമസമില്ല മുരളി. സത്യമാണ്. ഇപ്പൊ ചന്ദ്രൻ അഭിനന്ദിച്ച മാത്രം എല്ലാരും തിരിച്ച് ചാൻസ് പറയുന്നേ. ചന്ദ്രന് മാത്രം ഗ്രൈൻഡ് ചെയ്യണ പൈസ കൊടുക്കുന്നേ. ചന്ദ്രൻ പറയുന്ന മാത്രം കേൾക്കുന്നേ. ബാസു അങ്ങനെ ചോദിക്കുന്നവന്മാര് വരെ ഗ്യാങ്ങിലുണ്ട് ഇപ്പൊ. അതാരാ? അതെ, ഒരു പയ്യുണ്ട്, എനിക്കറിയാം. വലിയ പറഞ്ഞ പ്രശ്നമാവും. നിനക്ക് കോഹ്ലിയുടെ നല്ല വിഷമമുണ്ടല്ലേ നിനക്ക്? പിന്നെ ഞാനൊരു ദാനമോഗിയല്ല. എനിക്ക് ആകെ ഉള്ളത് എന്റെ മുരളിയുടെ ദാനം. അത് പേരാര് കൊണ്ടുപോകാൻ നോക്കണം. അതങ്ങനെ പോകത്തില്ല എന്തായാലും. മനസ്സിലായ? അത് മതി.